ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമോ നമ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി 13ാമത്തെ അധ്യായത്തില് മറ്റ് ദ്വീപുകളുടെ വർണ്ണന, കുറെ ദ്വീപുകളുടെ വർണ്ണന ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് വേറെ ദ്വീപുകളുടെ വർണ്ണനയാണ് പറയുന്നത്. വീണ്ടും ചോദിക്കാൻ തുടങ്ങി അദ്ദേഹം. അല്ലയോ നാരദ, ഘൃതസമുദ്രത്തിന് ചുറ്റുമായി ക്രൗഞ്ച ദ്വീപാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി അത്രത്തോളം വിസ്താരമുള്ള ക്ഷീരസമുദ്രം കിടക്കുന്നു. ആ സമുദ്രത്തെ ക്രൗഞ്ചം എന്ന പർവ്വതമുള്ളതിനാലാണ് ക്രൗഞ്ച ദ്വീപ് എന്ന് പേര് വന്നത്. ഈ ദ്വീപിന് 16 ലക്ഷം യോജന വിസ്താരമുണ്ട്. ചെറിയ വിസ്താരമൊന്നല്ല, 16 ലക്ഷം യോജന. ഈ ക്രൗഞ്ചപർവ്വതത്തെ സ്കന്ദൻ തന്റെ വേല് കൊണ്ട് പിളർന്നു. എന്നാൽ വരുണൻ ക്ഷീരാബ്ധി നീരിനാൽ കാത്തു രക്ഷിച്ചു ഇതിനെ, ആ പർവ്വതത്തെ. ആ ദ്വീപിന്റെ അധിപതി ഘൃതപൃഷ്ഠനാണ്. പ്രിയവ്രതപുത്രനായ അദ്ദേഹവും തന്റെ ദ്വീപിനെ 7ആയി വിഭജിച്ച് തന്റെ മക്കളായ ആമൻ, മധുരൂഹൻ, മേഘപൃഷ്ഠൻ, സുധാമാവ്, രാജിഷ്ഠൻ, ലോഹിതാർണൻ, വനസ്പതി എന്നിവർക്ക് കൊടുത്ത് ഭഗവത് ഭജനത്തിനായി പോയി. ആ ദ്വീപിലെ പർവ്വതങ്ങളുടെ പേര് ശുക്ലം, വർദ്ധമാനം, ഭോജനം, ഉപബർഹണം, നദം, നന്ദനം, സർവതോഭദ്രം എന്നാണ്. ദ്വീപുകളുടെ പേരാവട്ടെ ആമം, മധുരുഹം, മേഘപൃഷ്ഠം, സുധാമകം, ഭ്രാജിഷ്ടം, ലോഹിതാർണം, വനസ്പതി എന്നാണ്. നല്ല നല്ല പേരാണൊക്കെ. ഇവിടെയുള്ള നദികളുടെ പേര് അതതിലും ഗംഭീരാണ്, കേട്ടോളൂ. അഭയ, അമൃതൗഖ, ആര്യക, തീർത്ഥവതി, രൂപവതി, പവിത്രവതി, ശുക്ല എന്നിങ്ങനെയാണ്. ആ നദികളിൽ ജലം പാനം ചെയ്യുന്ന ഋഷഭൻ, പുരുഷൻ, ദ്രവിണൻ, ദേവകൻ തുടങ്ങിയവർ ഈ ജലം കൈക്കുമ്പിളിലെടുത്ത് ജലദേവനായ പാശിയെ മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നു. മന്ത്രം ഇതാണ് കേട്ടോ. മന്ത്രം കേട്ടോളൂ. അല്ലയോ ജലങ്ങളെ, നിങ്ങളുടെ ഉത്പത്തി സ്ഥാനമാകുന്ന പരമപുരുഷൻ എന്ന വീരൻ ലഭിച്ച നിങ്ങൾ ത്രൈലോക്യവാസികളെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അപ്രകാരമുള്ള നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളെയും പരിശുദ്ധരായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ക്ഷീരസമുദ്രത്തിന് ചുറ്റുമുള്ള ശാഖദ്വീപിന് 32 ലക്ഷം യോജന വിസ്താരമുണ്ട്. ആ ദ്വീപിനെ ചുറ്റി ദധിമണ്ഡോദം എന്ന സമുദ്രം 32 യോജന ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്നു. ആ ദ്വീപിൽ ശാഖം എന്നൊരു വൃക്ഷമുള്ളത് കൊണ്ടാണ് ആ പേര് വന്നത്. ആ വൃക്ഷത്തിൽ നിന്നുള്ള പരിമളം ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമാക്കുന്നു. അത്രമാത്രം സുഗന്ധം. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതപുത്രനായ മേധാതിഥിയാണ്. അദ്ദേഹം തന്റെ ദ്വീപിനെ 7ആയി വിഭജിച്ച് തന്റെ മക്കളായ പുരേജവം, പവമാനം, മനോജവം, ചിത്രലേപം, ധൂമ്രാനികം, വിശ്വതൃക്ക്, ബഹുരൂപം എന്നിവർക്ക് കൊടുത്തു. പൂർവജന്മാർ യാത്രയായ ജ്ഞാനമാർഗത്തിൽ തന്നെ അദ്ദേഹം പോയി. അങ്ങനെ പോയി തപസ് ചെയ്ത് സ്വർഗം പോയി. ശാഖദ്വീപിന്റെ അതിർത്തി പർവ്വതങ്ങളാണ് ഈശാനം, ഉരുശൃംഗം, ബലഭദ്രം, ശതകേസരം, സഹസ്രസ്രോതം, ദേവപാലം, മഹാനസം തുടങ്ങിയവ. നദികളാവട്ടെ അനഘ, ആയുർദം, ഉഭയസ്പൃഷ്ടി, അപരാജിത, പഞ്ചപതി, സഹസ്രശ്രുതി, നിജദ്ധതി എന്നിവയാണ്. ആ ദ്വീപില് ഋതവ്രതർ, സത്യവ്രതർ, ക്രതുവ്രതർ, ദാനവ്രതർ തുടങ്ങിയ 4 ജാതി നാട്ടുകാർ വായുരൂപത്തിലുള്ള ഭഗവാനെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് പ്രാണായാമം കൊണ്ട് അന്ധക്കരണ ശുദ്ധി വരുത്തിക്കൊണ്ട് പരമസമാധി യോഗത്തിൽ ഉപാസിക്കുന്നു. ഈ മന്ത്രമാണ് അവർ ജപിക്കുന്നത് കേട്ടോ. ആരാണോ സ്ഥാവര ജംഗമങ്ങളായ ഭൂതങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് പ്രാണാദി വൃത്തികളെ കൊണ്ട് സകലരെയും പോഷിപ്പിക്കുന്നത് ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ദധിമണ്ഡോദത്തിന്റെ പുറമെയായി പുഷ്കര ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ വിസ്താരം 64 ലക്ഷം യോജനയാണ്. അതിനു ചുറ്റുമായി അത്ര തന്നെ വലിപ്പമുള്ള ശുദ്ധജല സമുദ്രം കിടക്കുന്നു. അതിലേറ്റവും വലിയൊരു താമരപ്പൂണ്ട്. അതിന് 100 ദളങ്ങളാണ് ഉള്ളത്, സഹസ്രദളം. ആ ദളങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ നിറമാണ്. ഇവിടെയാണ് ബ്രഹ്മദേവന്റെ വാസസ്ഥാനം എന്ന് പറയണം. ആ ദ്വീപിന്റെ മധ്യത്തിൽ മാനസോത്തര പർവ്വതം എന്നൊരു പർവ്വതം മാത്രമേ ഉള്ളൂ. മണ്ഡലാകാരമായി ഈ പർവ്വതം 2 വർഷങ്ങളുടെ അതിർത്തിയായി കിടക്കുന്നു. അതുകൊണ്ട് ആ ദ്വീപ് 2ആയി നിൽക്കുകയാണ്.
പർവ്വതത്തിന്റെ വിസ്തൃതി 10,000 യോജനയും അത്ര തന്നെ പൊക്കവുമാണ്. അതിന്റെ 4 കോണിൽ ഇന്ദ്രാദി ദേവന്മാരുടെ രാജധാനികളുമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യന്റെ സംവത്സരമാകുന്ന രഥത്തിന്റെ ചക്രം ദേവന്മാരുടെ പകലും രാത്രിയുമായി ഭവിച്ച് ഉത്തരായനം അതുപോലെ ദക്ഷിണായനം എന്ന സ്വരൂപത്തോടെ ചുറ്റിത്തിരിയുന്നു. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതപുത്രനായ വീതിഹോത്രനാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നോ, തന്റെ പുത്രന്മാരായ രമണകൻ, ധാതകി എന്നിവരെ അവരുടെ തന്നെ പേരുള്ള ദ്വീപിന്റെ അധിപതികളാക്കി. ജ്യേഷ്ഠന്മാരുടെ മാർഗത്തെ പിന്തുടർന്ന് അദ്ദേഹവും പോയി. എവിടേക്ക്? വനാന്തരങ്ങളിലേക്ക് തപസ് ചെയ്യാൻ പോയി. ആ വർഷത്തിലെ പുരുഷന്മാർ കമലാസനമൂർത്തിയായ ബ്രഹ്മദേവനെ ഈ മന്ത്രം കൊണ്ട് ആരാധിക്കുന്നു. അവര് ബ്രഹ്മാവിനാണ് ആരാധിക്കുന്നത്. എന്താ മന്ത്രം? വേദത്തിൽ ഉത്കൃഷ്ട കർമ്മഫലത്തിന്റെ ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണ്. ദ്വൈതമില്ലാത്തതും ഗുണാതീതവുമായ അവിടുത്തെ സ്വരൂപത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്രകാരമുള്ള അങ്ങയ്ക്ക് ഞങ്ങളുടെ നമസ്കാരം എന്നാണ് ബ്രഹ്മാവിനെ സ്തുതിക്കുന്ന ശ്ലോകം. മന്ത്രം. ലോകാലോക ഗിരി വ്യവസ്ഥ. ഗിരി എന്ന പർവ്വതം. പുഷ്കരദ്വീപിന് ചുറ്റുമുള്ള ശുദ്ധജല സമുദ്രത്തിനും അപ്പുറം ലോകാലോക പർവ്വതം സ്ഥിതി ചെയ്യുന്നു. മാനസോത്തര പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വർണ്ണ നിറമാണ് കേട്ടോ. കണ്ണാടി പോലെ മിന്നുന്ന, അതിലൊരു പ്രാണി പോലും ഇല്ല. അതാണ് അത്ഭുതം. ആ സ്ഥലത്ത് എന്തുകൊണ്ട് പോയിട്ടാലും തിരിച്ചു കിട്ടൂല. ലോകാലോകങ്ങൾക്കിടയിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ ലോകമെന്നും അലോകമെന്നും പറയുന്നു. 3 ലോകങ്ങൾക്കും അതിർത്തിയായി ലോകാലോക പർവ്വതം കിടക്കുന്നു. 3 ലോകങ്ങൾക്കും അതിരായിട്ടാണ് ഈ പർവ്വതം ഉള്ളത്. സൂര്യപ്രകാശത്തിന് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. അത്ര ഉയരത്തിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂഗോളത്തിന്റെ വിസ്താരം 50 കോടി യോജനയാണെന്ന് പറയുന്നു. അതിന്റെ 4/1 വിസ്താരമാണ് ഈ പർവ്വതങ്ങൾക്കുള്ളത്. ആ പർവ്വതത്തിന്റെ 4 ഭാഗത്തും ദിഗ്ഗജങ്ങൾ കാവൽ നിൽക്കുന്നു. അവരെ നിശ്ചയിച്ചിരിക്കുന്നത് ബ്രഹ്മാവാണത്രേ. ദിഗ്ഗജങ്ങളുടെ പേരാണ് ഋഷഭൻ, വാമനൻ, പുഷ്കരൻ. പുഷ്കരചൂടൻ, അപരാജിതൻ, എല്ലാ ഹൃദയങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നവനും എല്ലാ വിഭൂതികളുടെയും അധിപനായിരിക്കുന്ന ഭഗവാൻ, ദിവ്യായുധങ്ങളുമേന്തി വിഷുപ്സേനൻ തുടങ്ങിയ പാർഷദന്മാരുമായി സമസ്ത ലോകത്തിന് മംഗളം വരുത്താനായി ആ പർവ്വതത്തിന്റെ മൂർധാവിൽ വസിക്കുന്നു. സനാതനനായ ഭഗവാനാണ് താൻ തന്നെ മായ കൊണ്ട് സൃഷ്ടിച്ച ലോകത്തെ രക്ഷിക്കുന്നത്. ലോകാലോകത്തിന്റെ ഉള്ളിലുള്ള വിസ്താരം 12.5 കോടിയോളം ആണത്രേ. ഇവിടെയാണ് കൃഷ്ണാർജുനന്മാർ പണ്ട് ബ്രാഹ്മണന്റെ കുട്ടികളെ അന്വേഷിച്ച് പോയതെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. വൈകുണ്ഠം. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന അന്തരീക്ഷത്തിന് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. അന്തരീക്ഷം സൂര്യന്റെ സ്ഥാനമാണ്. മൃതമായ അണ്ടത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് മാർത്താണ്ഡൻ എന്ന് പറയുന്നത്. വിരാട് പുരുഷൻ അണ്ടത്തിൽ സന്നിവേശിച്ചപ്പോൾ അണ്ടം സ്വർണ്ണ നിറമായി. ബ്രഹ്മാണ്ഡത്തെ പ്രകാശിപ്പിച്ചതിനാൽ ഹിരണ്യഗർഭൻ എന്ന പേരും വന്നു. പ്രത്യക്ഷമായി കാണപ്പെടുന്ന സൂര്യൻ ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച ഭഗവാൻ തന്നെ 4 ദിക്കുകളും അന്തരീക്ഷം, സ്വർഗം, ഭൂമി എന്ന 3 ലോകങ്ങളും, മോക്ഷസ്ഥാനം, നരകാദി ലോകങ്ങൾ, അതലം മുതലായ താഴത്തെ ലോകങ്ങൾ എന്നിങ്ങനെയുള്ളതെല്ലാം സൂര്യൻ നിമിത്തമാണ് ഉണ്ടാകുന്നത്. ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ, ഇഴജന്തുക്കള്, ലതകള് തുടങ്ങിയ സർവ്വ ജീവരാശികൾക്കും കാഴ്ചയും ജീവനും നൽകുന്നതും ഈശ്വരനായ വിരോചനൻ തന്നെ. ഇനി ഭൂഗോളത്തിന്റെ വിസ്താരം പറയാം. 50 കോടി യോജനയാണ്. ദ്വീപിന്റെ വിസ്താരവും ഇത്ര തന്നെയാണ്. കുരണ്ടകം പോലെ 2 ദളമുള്ള വസ്തുക്കളുടെ ഒരു ദളത്തിന്റെ വലിപ്പം തന്നെയാണ് മറ്റേതിന്. ഭൂഗോളത്തെയും ദ്വീപിനെയും യോജിപ്പിക്കുന്ന മധ്യഭാഗത്തിന് അന്തരീക്ഷം എന്ന് പറയുന്നു. അതിന്റെ മധ്യത്തിലായി തേജോനിധിയായ സൂര്യൻ നിൽക്കുന്നു. ഭഗവാൻ സൂര്യൻ തന്റെ പ്രഭ കൊണ്ട് ത്രിലോകത്തെ പ്രകാശിപ്പിക്കുകയും ഉഷ്ണം കൊണ്ട് തപിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരായനം, ദക്ഷിണായനം, വൈഷുവതം എന്നീ കാലങ്ങളിൽ സൂര്യന്റെ ഗതി മന്ദമായും ശീഘ്രമായും സമമായും ഭവിക്കുന്നു. മകരാദി രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകലും രാത്രിയും ദീർഘങ്ങളും ഹ്രസ്വങ്ങളും സമങ്ങളും ആക്കി തീർക്കുന്നു. സൂര്യൻ മേടം, തുലാഭം രാശികളിൽ സഞ്ചരിക്കുമ്പോൾ രാത്രിയും പകലും സമമായിരിക്കും. അതാണ് മേടത്തിലെ മേടമാസം 1-ാം തീയതി
വിഷു എന്ന് പറയുന്നത്. പകലും രാത്രിയും തുല്യം 12 മണിക്കൂർ. ഇടവം മുതൽ 5 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകല് ദീർഘിക്കുന്നു. ഓരോ മാസങ്ങളിൽ ഓരോ നാഴിക കുറഞ്ഞു വരുന്നു. വൃശ്ചികം മുതൽക്കുള്ള 5 രാശികളിൽ പകൽ കുറവും രാത്രി കൂടിയും വരുന്നു. ദക്ഷിണായനത്തിൽ പകൽ അധികരിച്ചും രാത്രി കുറഞ്ഞും, ഉത്തരായണത്തിൽ രാത്രി അധികരിച്ചും പകൽ കുറഞ്ഞും ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഓരോരോരോരോ കാര്യങ്ങൾ. നമുക്കിതൊന്നും അറിയില്ല. ഇനി നാളെ നമുക്ക് ആദിത്യന്റെ ഗതിയാണ് വർണ്ണിക്കേണ്ടത്. ഇത് നാളെ വർണ്ണിക്കും. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.